ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 ഇമാജിനേഷൻ. അപ്പോൾ പുതിയ യൂണിറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് 2 എന്താണ്? യൂണിറ്റ് 2 ഇമാജിനേഷൻ. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ എന്താണ് ഒരു കോട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ദ ട്രൂ സൈൻ ഓഫ് ഇൻ്റലിജൻസ് ഈസ് നോട്ട് നോളജ് ബട്ട് ഇമാജിനേഷൻ. എന്താണ് ദ ട്രൂ സൈൻ ഓഫ് ഇൻ്റലിജൻസ്? ഇൻ്റലിജൻസിൻ്റെ ട്രൂ സൈൻ, അതായത് ശരിക്കുള്ള സൈൻ എന്ന് പറയുന്നത് നോളജ് അല്ല, അറിവല്ല, മറിച്ച് എന്താണ്? ഇമാജിനേഷൻ ആണ്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവനയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ലെസണിലേക്ക് കടക്കാം. Here is an anecdote about a girl and her doll. അപ്പോൾ എന്താണ്? ഒരു ഉപകഥയാണ്, ഒരു കഥയാണ്, ഒരു ഗേളിനെ കുറിച്ചും അവളുടെ പാവനെ കുറിച്ചിട്ടുമുള്ള ഒരു കഥയാണ്. ദ ജർമ്മൻ റൈറ്റർ ഫ്രാൻസ് കാഫ്ക പ്ലേസ് an important role in it. അപ്പോൾ ഇതിൽ എന്താണ്? ജർമ്മൻ റൈറ്റർ ആയിട്ടുള്ള ഫ്രാൻസ് കാഫ്ക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. ഇറ്റ് ഹാസ് ഓൾസോ അപ്പിയർഡ് ഇൻ ഹിസ് ബയോഗ്രഫി. അപ്പോൾ എന്താ? ഇത് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിലും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാക്കാം എ ഡോൾസ് ജേർണി. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. അപ്പോൾ എന്താണ് സമയം? ഒരു സാറ്റർഡേ ആണ്, അതായത് ശനിയാഴ്ച ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷമാണ്. കഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബേർലിൻ. അപ്പോൾ ബേർലിൻ എന്ന് പറയുന്ന സ്ഥലത്ത് കഫ്കയാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്താണ്? പാർക്കിലൂടെ നടക്കുകയാണ്. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷി ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. അപ്പോൾ ഈ കഫ്ക ആരിനെ കണ്ടു? ഒരു പെൺകുട്ടിയെ കണ്ടു. അപ്പോൾ ആ പെൺകുട്ടി എന്താ ചെയ്യുന്നത്? ആ പെൺകുട്ടിയുടെ പാവ കാണാണ്ട് പോയി. അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള, അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാവയാണ്. അപ്പോൾ അത് കാണാണ്ട് പോയതിൻ്റെ സങ്കടത്തിൽ ഇരുന്ന് കരയാണ്. ഓക്കെ, കഫ്ക ജോയിൻഡ് ഹെർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി. അപ്പോൾ എന്താണ്? ഈ കഫ്ക അവളുടെ കൂടെ ഇത് തിരയാനായിട്ട് കൂടി. ഹി കൺസോൾഡ് ഹെർ, പക്ഷെ അത് കിട്ടിയില്ല. അൺസക്സസ്ഫുള്ളി, അപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഈ കഫ്ക അവളെ സമാധാനിപ്പിച്ചു. ഹി ഓൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. എന്നിട്ട് അവൾക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തു, അവളോട് എന്താ പറയുക, വാഗ്ദാനം ചെയ്തു കൊടുത്ത് എന്ത്? നാളെ വന്നിട്ട് നാളെ ഞാൻ വരാം, എന്നിട്ട് പാവ നമുക്ക് തരയാ എന്നുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് ഡേ ദേ മെറ്റ് അറ്റ് ദ പാർക്ക് ഇൻ ദ ഈവനിങ്. അപ്പോൾ അടുത്ത ദിവസം അവരെപ്പോഴാണ് കണ്ടേ? അവർ ഈവനിങ്, വൈകുന്നേരം പാർക്കിൽ മീറ്റ് ചെയ്തു. After searching for some time, Kafka pretended that he had found a letter under a bench in the park. അപ്പോൾ എന്താണ്? അവർ കുറച്ച് സമയം അവർ പാവനെ തിരഞ്ഞു. എന്നിട്ട് ഈ കഫ്ക പ്രിറ്റൻഡഡ് എന്ന് പറഞ്ഞാൽ നടിച്ചു. എന്താണ്? ഒരു ലെറ്റർ ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ പോലെ ഈ കഫ്ക നടിച്ചു. ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ. എന്നിട്ട് ഈ കഫ്ക എന്ത് ചെയ്തു? ഈ ലെറ്റർ ഈ പെൺകുട്ടിക്ക് കൊടുത്തു. കഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ which was meant to be from the doll. അപ്പോൾ എന്താണ്? ഈ കഫ്ക ഈ ലെറ്റർ പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണ്? ഈ ഡോളിൽ നിന്ന് ഈ ലെറ്റർ വരുന്നത് പോലെയാണ്. Don't worry about me, the letter said. I am on a trip around the world. It is really exciting. I will tell you everything when I am back. അപ്പോൾ ആ ലെറ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? Don't worry about me. എന്നെ ആലോചിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട. ഐ ആം ഓൺ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്. ഞാനൊരു ട്രിപ്പിലാണ്. ഇറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ്. അപ്പോൾ ആ ട്രിപ്പ് വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. ഐ വിൽ ടെൽ യു എവറിത്തിങ് വെൻ ഐ ആം ബാക്ക്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ എല്ലാ കഥയും പറയേണ്ടതെന്നാണ് ആ ലെറ്ററിലുള്ളത്. The girl continued to receive letters from the doll. The girl continued. അപ്പോൾ എന്താണ്? ഈ പെൺകുട്ടിക്ക് ഈ പാവടയിൽ നിന്ന് ഇങ്ങനെ ലെറ്റേഴ്സ് കിട്ടാനായിട്ട് തുടങ്ങി. She wrote about her adventures in detail. അപ്പോൾ ആ ലെറ്ററിൽ എന്താണ് എഴുതുന്നത്? ഈ എന്താ പറയുക, ട്രിപ്പിന് പോയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. The letters delighted the girl. അപ്പോൾ ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷം.
സന്തോഷവതിയാക്കി. അപ്പോൾ ഈ ലെറ്റർ എന്താണ്? ഈ ലെറ്റർ ഈ പെൺകുട്ടീനെ കുറച്ച് സന്തോഷവതിയാക്കി. ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം ബട്ട് കഫ്ക നോട്ടീസ് ദാറ്റ് ദ ഗേൾ വാസ് becoming moody as days passed. എന്താ ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം. അപ്പോൾ ഇതെന്താ, ഇങ്ങനെ കുറച്ച് കാലത്തേക്ക് മാത്രമാണ് ഈ പെൺകുട്ടീനെ ഇങ്ങനെ സന്തോഷവതിയാക്കിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ, ബട്ട് കഫ്ക നോട്ടീസ് ദാറ്റ് ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി ആസ് ഡേയ്സ് പാസ്ഡ്. അപ്പോൾ എന്താ, ഓരോ ദിവസം കഴിയുന്തോറും ഈ പെൺകുട്ടിക്ക് ആകെ മൂടി അവസ്ഥയിലാകെ എന്താ പറയുക, മൂടി ഭയങ്കര വിഷമമായിട്ട് ബാഡായിട്ട് ആയി. ഷീ ബാഡ്ലി wanted her doll to come back and Kafka felt that he could not make up letters indefinitely. Finally he found a way out. അപ്പോൾ എന്താണ്, she badly wanted her doll to come back. അപ്പോൾ ഇവൾക്ക് എന്താ, ഈ പെൺകുട്ടിക്ക് എന്താ, ഈ പെൺകുട്ടിയുടെ പാവ തിരിച്ചു വരണം, അതാണ് ഈ പെൺകുട്ടിയുടെ ആഗ്രഹം. And Kafka felt that he could not make up letters indefinitely. എന്നിട്ട് കഫ്കക്ക് മനസ്സിലായി, കഫ്കക്ക് ഇനി ലെറ്റേഴ്സ് ഒന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലായി. ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്. ലാസ്റ്റ് എന്താണ്, അദ്ദേഹം കഫ്ക ഒരു ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു വേ കണ്ടുപിടിച്ചു. എന്താണ്, there was no letters for some days. പിന്നെ എന്താ, കുറച്ച് ദിവസത്തിന് ലെറ്റേഴ്സ് ഒന്നും ഉണ്ടായില്ല. Then one day Kafka told the girl that the doll was engaged to be married. എന്താ, ഈ ഡോള് കല്യാണം കഴിക്കാനായിട്ട് എൻഗേജ്ഡ് ആയി എന്ന് കഫ്ക ആ ഗേളിനോട് പറഞ്ഞു. ഓക്കെ, he had met her while on a trip to another part of the country. അപ്പോൾ എന്താണ്, വേറൊരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകുമ്പോഴാണ് ഈ കഫ്ക ഈ ഡോളിനെ കണ്ടത് എന്ന് പറഞ്ഞു. Kafka also told her that she had even introduced him to the young man she was going to marry. മാത്രമല്ല പിന്നെ കഫ്ക എന്താണ് ആ പെൺകുട്ടിയോട് പറഞ്ഞത്, അവളെ കണ്ടപ്പോൾ, അതായത് ഡോളിനെ കണ്ടപ്പോൾ ഡോൾ ഒരു യങ് മാനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഷി വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം. അപ്പോൾ എന്താണ്, കുറച്ച് ദിവസത്തിന് ലെറ്റർ എഴുതാൻ പറ്റിയില്ല, അതിൽ അവൾ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഷീ പ്രോമിസ് ദാറ്റ് ഷീ വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദ പ്രിപ്പറേഷൻ ഫോർ ദ വെഡ്ഡിങ് വർ ഓവർ. എന്താണ്, ഈ വെഡ്ഡിങ്ങിനുള്ള പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് ലെറ്റർ എഴുതാമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്, അവൾ പ്രോമിസ് ചെയ്തിട്ട് ഉണ്ടെന്നൊക്കെ കഫ്ക ഈ ഗേളിനോട് പറഞ്ഞു. ഓക്കെ, The girl was happy to hear from her doll. അപ്പോൾ ഇതൊക്കെ ഈ ഡോള് പറഞ്ഞത് കേട്ടപ്പോൾ എന്താണ്, ഈ പെൺകുട്ടിക്ക് വളരെയധികം സന്തോഷമായി. ഷി wondered when she would be able to see her again. അപ്പോൾ ഇനി എന്നാവും ഈ ഡോളിനെ കാണാൻ പറ്റുക എന്നിങ്ങനെ വണ്ടറടിച്ചിരിക്കുകയാണ് ആ പെൺകുട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി ആയിട്ടുള്ള എ ഡോൾസ് ജേർണി എന്ന് പറയുന്ന സ്റ്റോറി. ഓക്കെ, അപ്പോൾ ഇനി ഇതിലെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.